ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്ന് 999 പോർട്ടൽ തുടങ്ങുന്ന ദിവസമാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നതിന് കാരണം ഈ മാസം 3 ദിവസങ്ങളാണ് ആ ഒരു എനർജിയിൽ വരുന്നത്. ഇന്ന് 9-ാം തീയതി, ഇനി വരുന്നത് 18-ാം തീയതി, പിന്നെ 27-ാം തീയതി. ഓക്കെ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 999 കിട്ടുന്നതാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഇത് ഒരു ബിഗിനിങ്, ഇന്ന് ആ ഒരു പോർട്ടലിന്റെ ഒരു ബിഗിനിങ് ആണ്. 27th അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 999 പോർട്ടലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്പർ 9 എപ്പോഴും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ക്ലോഷർ, ഓക്കെ, അവസാനങ്ങളിലാണ്. കംപ്ലീഷൻ, ഒരു സംഭവം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിലാണ് ഈ 9 എന്ന നമ്പർ എപ്പോഴും സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെയാണോ അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ എന്തൊക്കെയാണോ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു 999 പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് നിങ്ങൾ അതിനായി കൺസിസ്റ്റന്റ് ആയി നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് അത് റിലീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട അധ്യായങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ ഒരു എന്തൊക്കെയാണോ അവസാനിക്കുന്നത് അതിന് ആ അവസാനിക്കുന്നതോടുകൂടി പുതിയൊരു തുടക്കവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ അധ്യായങ്ങൾ അവസാനിക്കുന്നു, അതിലൂടെ ഏതൊക്കെ അധ്യായങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ റീഡിംഗിൽ നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഇന്നത്തെയും പോലെ 3 ചാംസ് ആണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ, ഒരു ലൈവ് സെഷൻ ആയിട്ടോ പ്രീ റെക്കോർഡഡ് റീഡിംഗ് ആയിട്ടോ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇമെയിൽ ഐഡിയും വാട്സപ്പ് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ ഈ റീഡിംഗിൽ നിന്ന് നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 അധ്യായങ്ങളും അതോടൊപ്പം തുടങ്ങാൻ പോകുന്ന 3 അധ്യായങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഏത് അധ്യായം, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു 999 പോർട്ടലിലൂടെ അവസാനിച്ചു പോകുന്ന അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തുന്ന ആദ്യത്തെ അധ്യായം ഏതാണ്, ഓക്കെ, എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ ജീവിതത്തിലെ ഏത് അധ്യായമാണ് ആദ്യം തന്നെ ഈ ഒരു 999 പോർട്ടലിലൂടെ അവസാനത്തിലേക്ക് എത്തുന്നത്? ഓക്കെ, നമുക്ക് 2 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 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 ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അവസ്ഥ, ഓക്കെ, ഏതെങ്കിലും ഒരു മേഖലയിൽ, അത് നിങ്ങൾ ഏത് മേഖലയാണെന്നുള്ളത് നിങ്ങളാണ് എന്താ പറയണ്ടത് ഇവിടെ തീരുമാനിക്കേണ്ടത്. കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. പക്ഷെ എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയാണത്. ഓക്കെ, കാരണം ആ ഒരു മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ആ ഒരു
ഇമോഷൻസിനെ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ കാര്യങ്ങൾ അത്ര നന്നായി നടക്കുന്നുണ്ട്. നിങ്ങൾ ടെൻസ്ഡ് ആണ്, വിഷമത്തിലാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അങ്ങനെ മനസ്സിലായല്ലോ, അത്രയും കണക്റ്റഡ് ആണെന്ന് കാണുന്നു. ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ട്. അതായത് എങ്ങോട്ട് പോകണം, ഏതിലേക്ക് പോകണം, അവസരങ്ങളുണ്ട് മുൻപിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വഴികളുണ്ട്, ഓക്കെ, വ്യത്യസ്തമായ വഴികളുണ്ട്. പക്ഷെ അതിൽ ഏത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു സ്റ്റക്ക് എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതിലൊരു പ്രോഗ്രസ് ആണ് നമുക്ക് കാണാൻ സാധിക്കാത്തതായിട്ടുള്ളത്. എന്താ പറയണ്ടേ, അപ്പോ അത് മാത്രമല്ല, പാസ്റ്റിൽ നിന്ന് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ചിലപ്പോൾ അവിടെ ബ്രെഡ് ക്രം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ഈ ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾ മുൻപ് നിങ്ങളെടുത്ത എഫേർട്സിന് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതും ഒരു തരത്തിൽ നിങ്ങളെ എന്താ പറയണ്ടേ, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ ഒരു മാറ്റം ഈ മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നില്ല. ഓക്കെ, ആ ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ഈ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസുമാണ്. മാത്രമല്ല, ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം, ഏത് വഴിയിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അവസാനിക്കുന്നത്. ആ എനർജിയാണ് അവിടെ അവസാനിച്ചു പോകുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ എനർജി അവസാനിച്ചു പോകുമ്പോൾ അവിടെ പുതിയതായി അതിന് പകരം, ഓക്കെ, ഈ ഒരു അധ്യായം അവസാനിക്കുമ്പോൾ അതിന് പകരം ഗ്രൂപ്പ് 1ന്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന പുതിയ അധ്യായത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് യൂണിവേഴ്സിന് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക? ഒരു പുതിയ തുടക്കം, അത് ഇൻ ദ സെൻസ് ഒരു നിങ്ങൾക്കൊരു വിജയം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു തുടക്കം എന്നാണ് കാണുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ബേർഡൻസ്, ഒരുപാട് എന്താ പറയണ്ടേ, വേദനയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആകെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, യെസ്, അതിനൊരു അവസാനം ഉണ്ടാക്കുന്നു, ഒരു സ്റ്റെബിലിറ്റി വരുന്നു, ഒരു സെക്യൂരിറ്റി ഉണ്ടാകുന്നു. ഓക്കെ, പിന്നെ മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു പോയ കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് തിരികെ വരുന്നു. ഒരു ബാലൻസ് നിങ്ങൾ അനുഭവിക്കുകയാണ് ആ മേഖലയിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ തന്നെയാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നത്, ഒരു വിജയം ഉണ്ടാകുന്നത്. കാരണം അണ്ടർലൈങ് എനർജി നോക്കൂ, 6 ഓഫ് വാണ്ട്സ് ആണ്, വിജയം ഉണ്ടാകുന്നു. അപ്പൊ അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു സ്റ്റക്ക് എനർജി അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ചൂസ് ചെയ്യുന്നു, അത് ചൂസ് ചെയ്ത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാണ്. മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു കൈവിട്ടു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങളിലേക്ക് തിരികെ വരുന്നു. അങ്ങനെ നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ, ഡിവൈൻ പ്ലാനിൽ വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഫേർട്ട് എടുക്കുന്നത് മൂലം, അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞു പോയ, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിക്കുന്നത്, എവിടെയാണോ നിങ്ങൾ ചെയ്ത എഫേർട്ടിന് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നത്, ആ ഒരു മേഖലകൾ, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ, ആ ഒരു അനുഭവങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയി ആ ഒരു അധ്യായങ്ങൾക്കൊക്കെ ഈ ഒരു അധ്യായം അവസാനിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്റ്റക്ക് എനർജി അവസാനിക്കുന്നതിലൂടെ ഈ പറഞ്ഞ എനർജീസും, ഈ ഒരു പെയിൻഫുൾ എൻഡിങ്, അല്ലെങ്കിൽ ഈ വേദന, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, ഒരു ഭാരമായി തോന്നുന്ന അവസ്ഥ, ആ ഒരു മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റാത്തതിൽ നിങ്ങൾക്കൊരു ഭാരം അനുഭവപ്പെടുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആകെ ഒരു തളർന്ന ഒരു മനോഭാവം, കാരണം നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് കിട്ടുന്നില്ല. അങ്ങനെ അത് ആ ഒരു എനർജി അവസാനിച്ച് അവിടെ ഒരു ബാലൻസ്, ഒരു സ്വസ്ഥമായ ഒരു എനർജി, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പുരോഗതി ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം തിരികെ കിട്ടുന്നു, ഒരു സ്റ്റെബിലിറ്റി വരുന്നു, സെക്യൂരിറ്റി വരുന്നു. ഇനി ഈ ഒരു മേഖല സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ ഒരു ഉന്നതി ഉണ്ടാകുന്നു. ഓക്കെ, അവിടെ ആ ഒരു പെർമനന്റ്ലി അവിടെ ഒരു പ്രോഗ്രസ്, അവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു സ്റ്റേബിൾ, സെക്യൂർ ആയിട്ടുള്ള ഒരു പുരോഗതി നിറഞ്ഞ ഒരു അധ്യായത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. അപ്പൊ ഒരു സ്റ്റാഗ്നൻസി അവസാനിച്ച് അവിടെ ഒരു പ്രോഗ്രസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത അധ്യായം. അങ്ങനെ 3 അധ്യായങ്ങളാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ 3 അധ്യായങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ അവസാനിക്കുന്നു, ആ അവസാനത്തിലൂടെ ഉണ്ടാകുന്ന തുടക്കങ്ങൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനി ഗ്രൂപ്പ് 2ന്റെ ലൈഫിലെ രണ്ടാമതായിട്ട് ഈ 999 പോർട്ടൽ വഴി അവസാനിച്ചു പോകുന്ന ഒരു അധ്യായം, അല്ലെങ്കിൽ ഒരു കാര്യം എന്താണ്? ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിലെ രണ്ടാമതായിട്ട്
ഓക്കെ, നമുക്കിവിടെ ക്യൂൺ ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ ക്യൂൺ ഓഫ് വാൻസ്. Judgment. Clarify the judgment. Thank you. Knight of Cups. Clarify the Five of Cups. Okay. Clarify the Five of Cups. Four of Pentacles. എനിക്കിവിടെ കിട്ടുന്നത് ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റ് ആണ്. അതായത് ഇവിടെ ഒരു നിങ്ങൾ ഈ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്ര സീരിയസ് ആയിരുന്നില്ല എങ്കിൽ, നിങ്ങൾ അതിൽ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സീരിയസ് ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ തയ്യാറായിരുന്നില്ല എങ്കിൽ, നിങ്ങൾ അവിടെ ഒരു പ്ലെയർ എനർജി ഇൻ ദ സെൻസ്, അതായത് ഒരു തരത്തിലും ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്താ പറയാ, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും അതൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഡേറ്റിംഗും നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ അതൊരു സീരിയസ് ലെവലിലേക്ക്, ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഭയമാണ്. കാരണം ഇതിനു മുൻപ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഹാർട്ട് ബ്രേക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു ഹാർട്ട് ബ്രേക്ക് കൊണ്ട് നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയി നിങ്ങൾ അത്രയും ഇൻ ഡെപ്തിൽ ഇൻവോൾവ് ആകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതുപോലെ മുൻപ് ഇൻ ഡെപ്തിൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരുപാട് വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാണ് നിങ്ങളെ തന്നെ. ഈ ഫോർ ഓഫ് പെന്റക്കിൾസ് ഇതാ കാണിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ റൊമാൻറ്റിക് സൈഡ് പുറത്ത് കാണിക്കാതെ ഒരു പ്ലേഫുൾ എനർജിയിൽ, ഒന്നും സീരിയസ് ആയി എടുക്കാത്ത വളരെ കാഷ്വലായി നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ആയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയുക, റിന്യൂവൽ വേണ്ട ഒരു മേഖല തന്നെയാണ്. നിങ്ങളിപ്പോൾ എന്താ വെച്ചാൽ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നടക്കട്ടെ, എന്തായാലും ഞാൻ ആയിട്ട് ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്കോ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റിലേക്കോ പോകില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയം, പേടി, മുൻപുണ്ടായ അനുഭവം വീണ്ടും ഉണ്ടാകുമോ എന്ന ഭയം. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണ് എന്ന് ധരിക്കുന്ന വ്യക്തി അങ്ങനെ അല്ലാതെ വന്നാൽ എന്തുണ്ടാകും, വീണ്ടും വേദനിക്കേണ്ടി വരും, അങ്ങനത്തെയൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്താനായിട്ട് കാരണം. അപ്പോ അവിടെ ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ ആണ് അവസാനം ഉണ്ടാകുന്നത്. ആ ഒരു എനർജിക്കാണ് അവിടെ അവസാനം ഉണ്ടാകുന്നത്. ഇനി ആ ഒരു അവസാനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ തുടക്കം എന്താണ് എന്ന് നോക്കാം. ഇപ്പൊ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു അവസാനം ഈ ഒരു 999 പോർട്ടലില് ഗ്രൂപ്പ് 1 ഉണ്ടാകുന്നത്. ആ അവസാനത്തിലൂടെ എങ്ങനെയാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത്? ഓക്കെ, clarify the Six of Pentacles, Queen of Pentacles. Clarify the Queen of Pentacles. Thank you. Nine of Pentacles. Six of Cups. Okay. Underlying energy, Page of Pentacles. അപ്പോൾ ഇവിടെ എന്താണ് പുതിയ തുടക്കം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സീരിയസ് ആകുന്നു, റിലേഷൻഷിപ്പിന്റെ ആസ്പെക്റ്റിൽ നിങ്ങൾ സീരിയസ് ആകുന്നു. ഓക്കെ, നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണ്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചു തുടങ്ങുന്നു. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ അത് ആ ഒരു കാര്യത്തിൽ, അപ്പൊ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ആകുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് ജേർണി നിങ്ങളുടെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. പാസ്റ്റിലെ കാര്യങ്ങളിൽ നിങ്ങൾ ആ ഒരു വേദനയിൽ ഫോക്കസ് ചെയ്യാതെ നല്ല നല്ല ഓർമ്മകളിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു പാസ്റ്റിനെ വളരെ ഈസിലി നിങ്ങൾ റിലീസ് ചെയ്യാണ്. ഓക്കെ, മാത്രമല്ല നമുക്ക് ഈ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് അണ്ടർലൈൻ എനർജി കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട്, ആ ഒരു ഹെൽത്തി കണക്ഷൻ, ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ യൂണിയൻ നിങ്ങൾ സീരിയസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് ജേർണിയിൽ ആയിരിക്കുകയാണ്. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, ആ സെൽഫ് ലവ് ജേർണിയിൽ ആയിരിക്കുമ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സീരിയസ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമുക്ക് രണ്ടാമതായിട്ട് എന്താ പറയണ്ടേ, നമുക്ക് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു പോകുന്ന അധ്യായവും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പുതിയ തുടക്കവും ആ ഒരു മേഖലയിൽ തന്നെ. മാത്രമല്ല ഇതിപ്പോ സിംഗിൾസിന്റെ കാര്യം മാത്രമല്ല പറയണേ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താ പറയാ, മുൻപുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭയങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങളിപ്പോ ആയിരിക്കുന്ന ബന്ധത്തിൽ നിങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓക്കെ,
അതിനെ നിങ്ങൾ സീരിയസ് ആയി എടുക്കാതെ അതിനെ നിങ്ങൾ അത് അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റൊന്നും വരുത്താൻ പറ്റില്ല എന്നുള്ളൊരു ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് മാറി അതിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണ്, നിങ്ങൾ അതിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് നിങ്ങളെ കൊണ്ട് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ തിരുത്തുന്നു. ആ റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണമോ അത് നിങ്ങൾ ചെയ്യാണ്. ഓക്കെ, അതിനോടൊപ്പം നിങ്ങൾ നിങ്ങളെയും സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ അധ്യായം. ഓക്കെ, ഏത് അധ്യായമാണ് ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തില് ഈ 999 പോർട്ടലിൽ അവസാനിച്ചു പോകുന്നത്? നമുക്ക് ഏസ് ഓഫ് വീൽസ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ഏസ് ഓഫ് വീൽസ്. Devil. Clarify the devil. The emperor. Clarify the emperor. Yes. Okay. അപ്പൊ നമുക്ക് ഏസ് ഓഫ് വീൽസ്, അതായത് ഏസ് ഓഫ് പെന്റക്കിൾസ്, ഡെവിൾ കാർഡ്, എംപറർ, പിന്നെ 7 ഓഫ് കപ്സ്, 8 ഓഫ് വീൽസ്, ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏത് മേഖലയിലാണോ നിങ്ങളൊരു സാമ്പത്തിക ഉന്നതിക്കായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അവിടെ ഞാൻ കാണുന്നു കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം വളരെയധികം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാകണം, എപ്പോൾ കാര്യങ്ങൾ നടക്കണം, എപ്പോൾ മാറ്റങ്ങൾ വരണം, ഇതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ, അമിതമായിട്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുമൂലം അവിടെ നിങ്ങൾ കൂടുതൽ സ്റ്റക്ക് ആവുകയാണ്. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ ആ എടുക്കുന്നതിന്റെ ഫലം കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു ടോക്സിക് പാറ്റേൺ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ഓക്കെ, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോക്സിക് പാറ്റേൺ ആയിരിക്കാം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ടോക്സിക് പാറ്റേൺ ആയിരിക്കും, പ്രത്യേകിച്ച് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണ്ടേ, അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ അവിടെ നിൽക്കുന്നത് കൊണ്ട്, ആ ഒരു മൈൻഡ് സെറ്റ് കാരണം നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും, നിങ്ങൾ അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി, മുന്നോട്ട് പോകാൻ, ആ ഒരു പ്രോഗ്രസ് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ അത് വളരെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണ് അവസാനിക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചു പോകുന്നത്. അപ്പൊ ആ ഒരു ടോക്സിക് പാറ്റേൺ നിങ്ങൾ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുള്ള അവസരം നിങ്ങൾക്ക് വരും. മനസ്സിലായില്ല? ഇത് ഓട്ടോമാറ്റിക്കലി റിലീസ് ചെയ്ത് പോകും എന്നല്ല, നമുക്ക് അതിനുള്ള അവസരം കിട്ടുകയാണ് ഈ 999 പോർട്ടലിൽ. അത് കിട്ടുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചിട്ടാണ് ആ മാറ്റം. അതെപ്പോഴും മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, നമ്മൾ ആക്ഷൻ എടുക്കേണ്ടടുത്ത് നമ്മൾ ആക്ഷൻ എടുക്കുക തന്നെ വേണം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ അധ്യായം അവസാനിക്കുന്നതിലൂടെ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന പുതിയ തുടക്കം എന്താണ്? ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 of wands, 3 of cups, hermit, 7 of cups, പിന്നെ 2 of wands ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ, പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ആണ്. ഈ ഒരു ഫീൽഡിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നു. ആ ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എങ്ങനെ പോകണം, ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, അത് മാറുകയാണ്. കാരണം നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു ടോക്സിക് പാറ്റേൺ റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിലൂടെ ആ ഒരു അധ്യായം അവസാനിച്ചിട്ട് പുതിയ അധ്യായത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് കുറച്ചും കൂടെ ക്ലിയർ ആവുകയാണ്. ആ ഒരു ഇന്നർ ഗൈഡൻസ് ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് എന്താണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ എന്താണോ,
അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു. നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ ലഭിക്കുന്നു. അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി കണ്ടു, നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് ആണ് ഉണ്ടാവുന്നത് ആ ഒരു മേഖലയില്. അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തില് നിങ്ങൾക്ക് അവിടെ ഡെഫിനറ്റ്ലി ഹെൽപ്പുകൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിന്റെ സഹായങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ ആ ഒരു ടോക്സിക് പാറ്റേൺ റിലീസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോ ഇതിപ്പോ ഇനിയൊരു സാമ്പത്തികം എന്നതിനെ ഉപരി ജോലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആ ജോലിയിൽ ഇതുപോലെ നിങ്ങൾ ആയിരിക്കുന്ന ജോലിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ടോക്സിക് എനർജി ഉണ്ട്. ഓക്കെ, ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അതുമൂലം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയില്ലാത്തൊരവസ്ഥ, നിങ്ങളാണെച്ചാൽ വല്ലാതെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ നടക്കണം, ഇന്ന രീതിയിൽ സംഭവിക്കണം, ഇന്ന സമയത്ത് സംഭവിക്കണം, അങ്ങനെ നിങ്ങൾക്കൊരു കൺട്രോളിങ് ടെൻഡൻസി വല്ലാതെ ഉണ്ടാകുന്നു. കാരണം നിങ്ങൾ ഡെസ്പറേറ്റ് ആവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. ആ ഒരു കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾ കൂടുതൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകാണ്, സ്റ്റക്ക് ആവാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അത് അവസാനിച്ച് ആ ഒരു കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാവാണ്. ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി, മാനിഫെസ്റ്റ് ചെയ്യുന്ന ജോലി നിങ്ങളിലേക്ക് എത്തിച്ചേരാണ്. ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ മാറി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ആ ഇന്നർ ഗൈഡൻസ് വളരെ സ്ട്രോങ് ആവാണ്. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ്സും അങ്ങനെ ഇവൻച്വലി നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനിക്കുന്ന അധ്യായങ്ങളും അവസാനത്തിലൂടെ ഉണ്ടാകുന്ന പുതിയ തുടക്കങ്ങളും. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ ക്ലൂസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതാണ്. ഗ്രൂപ്പ് 1ന്റെ ഈ 999 പോർട്ടലുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഇത്രയാണ്. വിന്റർ സീസൺ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ വിന്റർ സീസണിലേക്കാണ് കടക്കുന്നത്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയൊക്കെ നമുക്ക് വിന്റർ സീസണിന്റെ ഒരു സമയമാണ് കേട്ടോ. വിന്റർ സീസൺ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ബുധനാഴ്ചകൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ 999 പോർട്ടൽ നടക്കുന്ന സമയത്തിൽ ബുധനാഴ്ചകൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട്, വളരെ നല്ലൊരു സമയമായിട്ടും നല്ല ദിവസമായിട്ടും കാണുന്നു. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ സെപ്റ്റംബർ മാസം, ഒക്ടോബർ, ഡിസംബർ, ഏപ്രിൽ. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ജനനമാസം ഉണ്ടായിരിക്കാം, അത് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പക്ഷെ ഈ മാസങ്ങളും ഈ ഒരു പറഞ്ഞ അവസാനങ്ങളും പുതിയ തുടക്കങ്ങളും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ നോട്ട് ചെയ്ത് വെക്കണമെന്ന്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീയതികൾ 6, 11, 22, 27, 29, 30. ഇനി ആൽഫബറ്റ്സ് വന്നിട്ടുള്ളത് VMZ അല്ലെങ്കിൽ ZX. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാകാം. ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. അതുപോലെ ഏരീസ്, ജെമിനായ്, കാപ്രിക്കോൺ, വിർഗോ നിങ്ങളുടെ സൺ, മൂൺ, റൈസിംഗ് പ്ലേസ്മെന്റ് ആയിട്ടും ഉണ്ടാകാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിന് മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ, അത് ലൈവ് സെഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് സെഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യുക. കോൾസ് യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഓക്കെ, മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്ന പ്രധാനപ്പെട്ട 3 അധ്യായങ്ങൾ എന്തൊക്കെ, ഈ 999 പോർട്ടലിൽ അവസാനിക്കുന്ന പ്രധാനപ്പെട്ട 3 അധ്യായങ്ങൾ എന്തൊക്കെ, അതിലൂടെ ഉണ്ടാകുന്ന തുടക്കങ്ങൾ, പുതിയ തുടക്കങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ 999ന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 999 പോർട്ടൽ, അല്ല എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം.
ഈ 999 പോർട്ടലിലൂടെ ഗ്രൂപ്പ് 2 ജീവിതത്തിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണതയിലെത്തുന്ന ഒരു കംപ്ലീഷനിലെത്തുന്ന ആദ്യത്തെ അധ്യായം ഏതാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ എനർജി ഫുൾ കാർഡാണ് കേട്ടോ. അപ്പോ പ്രത്യേകിച്ച് ഡിവൈൻ യൂണിയൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, നിങ്ങൾ ഓൾറെഡി കമ്മിറ്റ്മെന്റ് ഒരു മാരേജിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോക്സിക് പാറ്റേൺ ഉണ്ടായിരുന്നു, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ. ഓക്കെ, അത് ഈ ഒരു പാസ്റ്റ് മെമ്മറീസിന്റെ ബേസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട്സ് എന്തെങ്കിലും കൊണ്ടായിരിക്കാം. ഓക്കെ, കുഞ്ഞുകാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാത്തത് കൊണ്ടാകാം. ഉള്ള ചില ടോക്സിക് പാറ്റേൺ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ഒട്ടും ഹെൽത്തി അല്ലാത്ത ചില പാറ്റേൺ, അതിങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതത്തിൽ തന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പാറ്റേൺ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ മുന്നത്തുള്ള റിലേഷൻഷിപ്സിലും ഇപ്പോൾ ഉള്ളതിലും ആ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ, ഓക്കെ, അതിലൂടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ അതിനാണ് അവസാനം ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ടോക്സിക് പാറ്റേൺ, നിങ്ങൾക്ക് ആ ലൂപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ട, ആ റിപ്പീറ്റിംഗ് പാറ്റേൺ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അങ്ങനെ അതിന് റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എന്താണ് നിങ്ങളിൽ ഹീൽ ചെയ്യേണ്ടത്, എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള വ്യക്തത നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, ആ കിട്ടുന്നത് വഴി നിങ്ങൾ അത് റിലീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു, ഈ ഒരു പാറ്റേൺ, ആ ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. അതിലൂടെ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് പിന്നെ നമുക്ക് കാണുന്നത്. അപ്പൊ ഇതാണ് അവസാനിച്ചു പോകുന്ന കാര്യം. ഓക്കെ, അതൊരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിലും റിലേഷൻഷിപ്പിലാകുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ, ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങളിലുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്കത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു എങ്കിൽ അതാണ്, അതിനൊരു വ്യക്തത വരുന്നു. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്, എന്താണ് ഹീൽ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവുകയാണ്. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ വ്യക്തത ഉണ്ടാകുന്നതിലൂടെ അത് റിലീസ് ചെയ്യുന്നു, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നു, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കുകയാണ്. ഇനി ഈ ഒരു അവസാനത്തിലൂടെ ഗ്രൂപ്പ് 2 ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന പുതിയ തുടക്കം എന്താണ്? Okay, clarify the Four of Pentacles. ഞാൻ കേൾക്കുന്നത് കമ്മിങ് ഔട്ട് ഓഫ് കൊക്കൂൺ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണോ അതിലേക്ക് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ട്രൂ സെൽഫിനെ നിങ്ങൾ എപ്പോഴും ഫുള്ളി എക്സിബിറ്റ് ചെയ്യാത്തൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഈ ഒരു അൺഹെൽത്തി എനർജി, ഒരു അൺഹീൽഡ് എനർജി, അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ ശരിയാവുക, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ശരിയായ ആ ഒരു എന്താ പറയുക പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്ത, ഓക്കെ, അത് നിങ്ങൾ ഫുള്ളി എക്സിബിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളിങ്ങനെ റിസർവ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അത് കാണിക്കാതെ അതിങ്ങനെ ഒരു ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കാണുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യമായ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ ആരാണോ, നിങ്ങളുടെ ശരിയായ ഒരു പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എന്താണ്, അതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ നിങ്ങളായി തന്നെ മാറുകയാണ്. നിങ്ങളുടെ ആ ഒരു ഒതന്റിക് സെൽഫിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുകയാണ്. നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ആണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരികയാണ്. നിങ്ങൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആകുന്നു, കുറച്ചും കൂടെ ബ്രേവ് ആകുന്നു, ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാൻ നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റ് എടുക്കുന്നു. അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്കൊരു ധൈര്യം, ആത്മവിശ്വാസമാണ്, അത് നിങ്ങൾക്ക് ഉണ്ടാകുകയാണ്.
മാത്രമല്ല നമുക്ക് ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് ലൈഫിനെ എൻജോയ് ചെയ്തു പോകുന്ന രീതിയിലേക്ക് നിങ്ങളിലാണ് ആ ഒരു മാറ്റം ഉണ്ടാവുന്നത്. നിങ്ങളിലാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ പേജ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് എന്താ പറയണ്ടേ, ഒരു ആക്ഷൻ ഓറിയന്റഡ് ആകുകയാണ്. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലും ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങൾ ആ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ അതിന് എന്താ പറയണ്ടേ, മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഓപ്പൺ ട്രാൻസ്പാരന്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു പേഷ്യൻസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം എഫേർട്ട് എടുക്കാൻ നിങ്ങൾ റെഡി ആകുകയാണ്. ഓക്കെ, നിങ്ങൾ വേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ വേറെ ഏതൊരു മേഖലയിലായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ അതിന് എഫേർട്ട് എടുക്കാനും അത് വളരെ ഒരു പേഷ്യൻസിൽ ആ എഫേർട്ട് എടുത്ത് നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് പറ്റുന്നു. ഓക്കെ, ആ ഒരു ധൈര്യം അവിടെയുണ്ട്. ആ ധൈര്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ക്ഷമ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നിരിക്കും എന്നൊരു വിശ്വാസവും അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ധൈര്യം ഉണ്ടാകുമ്പോഴാണ് ആ ഡിവൈൻ ടൈമിൽ വിശ്വസിക്കാനും അതിനെ വേണ്ടി വെയിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. ഇനി ഗ്രൂപ്പ് 2ന്റെ ജീവിതത്തിൽ രണ്ടാമതായിട്ട് ഈ 999 പോർട്ടൽ വഴി അവസാനിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണതയിലെത്തുന്ന അധ്യായം എന്താണ്? Clarified Ace of Swords, King of Wands, clarify the King of Wands, Strength, clarify the Strength, ഓക്കെ. ഇവിടെ നമുക്കൊരു എൻഡിങ് എന്ന് നെസസറിലി പറയാൻ പറ്റില്ല കേട്ടോ. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ആണ് കാണുന്നത്. അതായത് നിങ്ങൾ ഇത്രയും നാളും ആയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നേടിയെടുക്കണം ആ ഒരു സക്സസ്. നിങ്ങളെ സംബന്ധിച്ച് അതൊരു സക്സസ് ആണ്. അതിലൂടെ നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. ഒരു റിന്യൂവൽ എനർജി നിങ്ങളുടെ ലൈഫിൽ വരും. ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകും. മാത്രമല്ല പ്രോഗ്രസ് ഉണ്ടാകും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട്, അത് ഡിസയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, കുറച്ച് അഡ്വഞ്ചറസ് ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അത് വളരെ ധൈര്യപൂർവ്വം അതിനെ നേരിടുന്നതായിട്ടും അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ ഒരു പരിശ്രമത്തിന്റെ കാലഘട്ടം അവസാനിക്കുകയാണ്. ഓക്കെ, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ഒരു വിജയം അല്ലെ, ആ ഒരു ബ്രേക്ക് ത്രൂ, അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിലൂടെ ആ ഒരു നിങ്ങളുടെ പരിശ്രമം, നിങ്ങൾ ആ ഒരു എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം അതിന് അവസാനം വരുന്നു. ഇനി റിസൾട്ടിന്റെ ടൈമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമതായിട്ട് സംഭവിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഒരു ആസ്പെക്റ്റിൽ നിങ്ങളുടെ ലൈഫിന്റെ അവിടെ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള, നിങ്ങൾ എടുത്തിട്ടുള്ള എഫേർട്ടിനുള്ള റിവാർഡ്സ് ആണ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ആ ഒരു ടൈം, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആ ഒരു പീരീഡ് അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും നാളും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള സമയമായിരുന്നു, അത് അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾ ഇത്രയും നാൾ പരിശ്രമിച്ചതിന്റെ ഫലമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ അത് റിസീവ് ചെയ്യാൻ റെഡി ആകുക എന്നും കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കംപ്ലീഷൻ ഓക്കെ ഉണ്ടാകുന്നതിലൂടെ, ആ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു എന്ന് പറയുന്നു, അതിലൂടെ ഉണ്ടാകുന്ന പുതിയ തുടക്കം എന്താണ് ഗ്രൂപ്പ് 2ന്റെ ലൈഫില്? ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുന്നു. കരിയർ ആസ്പെക്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒട്ടും എന്താ പറയണ്ടേ, ആ ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി. ഓക്കെ, ആ ഒരു എന്താ പറയണ്ടേ, കാര്യങ്ങൾ വർക്കൗട്ട് ആവാത്തൊരു എനർജി ഉണ്ട്. നിങ്ങൾ എത്രത്തോളം പരിശ്രമിച്ചാലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫലം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ അത് അവസാനിക്കുന്നു. ഓക്കെ, നിങ്ങൾ എടുക്കുന്നതിന് റിസൾട്ട് കിട്ടുന്നത് മാത്രമല്ല, നിങ്ങൾ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയല്ല നിങ്ങളുടെ എനർജി. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഒരു ലക്ഷറി കാണുന്നുണ്ട്. ജോലിയിൽ ഒരു ഉയർച്ച, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയിൽ ഒരു മാറ്റം കാണുന്നു. ഓക്കെ, മാത്രമല്ല ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള, ഒന്നും വർക്കൗട്ട് ആകാതെ, എന്ത് പരിശ്രമിച്ചാലും ഫലം കിട്ടാത്തൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും
മോചിതരാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആണ് ഉണ്ടാകുന്നത്. നിങ്ങൾ വളരെ ഫുൾഫിൽഡ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും കരിയർ വൈസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കണേ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ അധ്യായം. ഈ ഒരു 999 പോർട്ടൽ വഴി ഗ്രൂപ്പ് 2ന്റെ ലൈഫിൽ അവസാനിക്കുന്ന മൂന്നാമത്തെ ഒരു അധ്യായം എന്താണ്? Okay, clarify the Page of Cups. Ace of Cups. Clarify the Ace of Cups. Tower. Clarify the Tower. Queen of Swords. Clarify the Queen of Swords. King of Wheels. 6 of Wands ആണ് അണ്ടർലൈൻ എനർജി ആയിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് ഇമോഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കാണുന്നത്. അതായത് നിങ്ങളെ ലൈഫിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിൽ പ്രത്യേകിച്ച് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അടുത്താണ് പ്രത്യേകം പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ ഒരു റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി ഉണ്ട് റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻസ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങളുടെ ലൈഫിലേക്ക് എപ്പോഴും ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള എനർജീസ് കടന്നു വരിക, ഇമ്മച്യൂർ ആയിട്ടുള്ള പീപ്പിൾ, അതായത് ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ആളുകൾ നിങ്ങളോട് അട്രാക്റ്റഡ് ആകുന്നതും നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി അവെയർ ആകുന്നത് കൊണ്ട്, അതായത് ആ വ്യക്തി ഇമോഷണലി അവൈലബിൾ അല്ല എന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളിലേക്ക് എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഇമോഷണലി അവൈലബിൾ അല്ലാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലൈഫിനെ സീരിയസ് ആയി കാണാത്ത ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്ത് അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും എന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ വളരെ സ്ട്രോങ് ബൗണ്ടറി വെച്ച് വളരെ ഗാർഡഡ് ആയിട്ട് എന്താ പറയേണ്ടത്, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ വളരെ ഗാർഡഡ് ആയിട്ടിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾ പേഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് അവിടെ പേഷ്യൻസ് ഉണ്ട്. എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പേഷ്യൻസോട് കൂടെ നിങ്ങൾ ഗാർഡഡ് ആയിട്ട് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇമ്മച്യൂർ എനർജീസിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അവസാനം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിലൂടെ ഉണ്ടാകുന്ന പുതിയ തുടക്കം 4 of Wands, ഡിവൈൻ യൂണിയൻ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുമായിട്ട് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചേരാണ്. എന്ത് രസമായിട്ടാണ് ആ മെസ്സേജസ് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ. അങ്ങനെ അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, ആ ഒരു സെക്യൂർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അത് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് നിങ്ങൾക്കൊരു പേസ് ഉണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പീഡ് ഉണ്ട് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ പ്രോഗ്രസ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച്. അത് ഫുള്ളി റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ ഒരു എഫേർട്ട് എടുക്കാനും പേഷ്യൻ്റ്ലി നിങ്ങൾ റെഡി ആകുന്നതിനനുസരിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനും തയ്യാറാകുന്ന ഒരു പേഴ്സൺ, ഒരു വ്യക്തി, ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ഈ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ പെർഫെക്റ്റ്ലി നിങ്ങൾ വേർതി ആയിട്ടുള്ള, വളരെ സേഫ് ആണ്, വളരെ സെക്യൂർ ആയിട്ടുള്ള ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കണക്ഷനാണ്. അതിനപ്പുറം ഇത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്നേഹം ആണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്. അത്രയും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള, അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് അവരിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അവരിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ,
അപ്പൊ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാം കൊണ്ടും സാധിക്കുന്ന ഒരു വ്യക്തിയാണ്, കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പീഡിൽ പ്രോഗ്രസ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും തരുന്ന ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട്, നിങ്ങളുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതാണ് ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിന് ഇപ്പോൾ അവർക്ക് ലഭിച്ച റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരികെ വരാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഓക്കെ, അപ്പോൾ നവംബർ മാസം, ജാനുവരി മാസം, അതായത് 2026 ജാനുവരി മാസം, നവംബർ 2025 തൊട്ട് ജാനുവരി 2026 വരെയുള്ള ഒരു ടൈം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു. ഈ ഒരു 999 പോർട്ടലിൽ സംഭവിക്കുന്ന ഈ എൻഡിങ്സ്, ന്യൂ ബിഗിനിങ്സ്, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഈ പറഞ്ഞ ഒരു സമയത്ത് ഉണ്ടാകാൻ വളരെ സാധ്യത ഉണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട തീയതികൾ 3, 4, 13, 12, 15, 19, 23, 29. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട തീയതികൾ. നിങ്ങൾക്ക് സ്കോർപിയോ, വിർഗോ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. ഇനി IS എന്നുള്ള ആൽഫബറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഈ റീഡിംഗ് ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ പേഴ്സണൽ റീഡിംഗിൽ പ്രീ റെക്കോർഡഡ് റീഡിങ്സ് കൂടാതെ ലൈവ് സെഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ്, ചാമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എന്താ പറയണ്ടേ ലൈഫിൽ നിന്ന് ഈ 999 പോർട്ടലിലൂടെ അവസാനിച്ചു പോകുന്ന ആദ്യത്തെ അധ്യായം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ലൈഫിൽ നിന്ന് ആദ്യമായിട്ട് ഈ 999 പോർട്ടൽ വഴി അവസാനിച്ചു പോകുന്ന ഒരു അധ്യായം അതേതാണ്? ഓക്കെ, നമുക്ക് ഹെർമിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ ഹെർമിറ്റ് കാർഡ്. താങ്ക് യു. 3 of Cups. Clarify the 3 of Cups. Ace of Cups. Clarify the Ace of Cups. 7 of Coins. Clarify the 7 of Coins. Hierophant. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. അണ്ടർലൈൻ എനർജി എന്ന് പറയുന്നത് ഫുൾ കാർഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സോളിറ്റ്യൂഡ് സ്റ്റേറ്റിലാണെന്ന് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ, നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ല, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലല്ല എന്ന് കാണുന്നത്. നിങ്ങൾ വളരെ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾ എന്താ പറയുക, അതിൽ നിങ്ങൾ സംതൃപ്തി ഇല്ലാതില്ല. പക്ഷെ നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സുഹൃത്തുക്കളായിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, എല്ലാം
നിങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ളവരായിരിക്കണം. ഓക്കെ, ഇപ്പൊ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു തരത്തിലുള്ള റൈറ്റ് പീപ്പിൾ, റൈറ്റ് റിലേഷൻഷിപ്പ്, അതാണ് നിങ്ങളുടെ ഉള്ളിലത്തെ ഫോക്കസ്. ഓക്കെ, ഇപ്പൊ പാർട്ട്ണർ ആണെങ്കിൽ ആ ഒരു എന്താ പറയാ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഡീപ്പസ്റ്റ് കൈൻഡ് ഓഫ് ലവ്, അണ്ടർസ്റ്റാൻഡിങ്, കെയർ ഒക്കെ തരാൻ പറ്റുന്ന ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തരാൻ പറ്റുന്ന വ്യക്തി. ഓക്കെ, അങ്ങനെ ഉള്ള ഒരാള് ആയിരിക്കണം പാർട്ട്ണർ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സോൾ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും നിങ്ങൾ എടുക്കുന്ന എഫേർട്സ് അതുപോലെ തന്നെ തിരിച്ചു നൽകുന്ന ആ ഒരു 100% സിൻസിയറിറ്റിയും ഓണസ്റ്റിയും ഒക്കെ ഉള്ള ഫ്രണ്ട്ഷിപ്സ്, ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ലോങ് ടേം കണക്ഷൻസ്. ഇത് കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കേണ്ട അപ്ഗ്രേഡ്സ്, അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വളരെ പേഷ്യൻ്റ്ലി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ വളരെ സമയം എടുത്തുകൊണ്ടാണ് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു, നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ, അത് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സോളിറ്റ്യൂഡ് ഫേസിന്റെ അവസാനമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു സോളിറ്റ്യൂഡ് ഫേസ് നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കുന്നത്. ഈ ഒരു വെയിറ്റിംഗ് പീരീഡിനെ ഒരു അവസാനം വരുന്നതായിട്ട് കാണുന്നു ഈ 999 പോർട്ടൽ വഴി. അപ്പൊ ഈ ആദ്യത്തെ ഈ ഒരു അധ്യായം പറഞ്ഞ ഈ ഒരു സോളിറ്റ്യൂഡ് ഫേസിന്റെ അവസാനം വരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു അവസാനത്തിലൂടെ എന്ത് തുടക്കമാണ് ഉണ്ടാകുന്നത്? Clarify the 7 of Swords. Clarify the 2 of Cups. 2 of Cups. 2 of Pentacles ആണ്, പക്ഷെ എനിക്ക് 2 of Cups ആയിട്ടാണ് തോന്നിയത്. Okay. Clarify the Hanged Man. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണുന്ന പുതിയ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസൈറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന, ആൻഷ്യസ് ആയിട്ടുള്ള, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിന്റെ ബേസിൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ അത് മാറി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടായി. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ആ പുതിയ തുടക്കം. ഓക്കെ, അവിടെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ് നിങ്ങൾ ആൻഷ്യസ് തോട്ട്സ്, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി മൂലമുണ്ടാകുന്ന ചിന്തകളിൽ പ്രാധാന്യം കൊടുക്കില്ല, അതിന് ഇനി എൻ്റെ ലൈഫിൽ സ്ഥാനമില്ല എന്ന് നിങ്ങളൊരു ഡിസിഷൻ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി സറണ്ടർഡ് ആകുകയാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഒരു 360 ഡിഗ്രി ലെവലിലുള്ള ഒരു മാറ്റം അതാണ് ഉണ്ടാകുന്നത്. ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്താ പറയേണ്ട അനുഗ്രഹങ്ങള്, ബ്ലെസ്സിങ്സ്, ഓക്കെ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ സറണ്ടർ ചെയ്യാണ് കംപ്ലീറ്റ്ലി. ഓക്കെ, നിങ്ങൾ സറണ്ടർ ചെയ്യുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതാണ്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ, യാതൊരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കില്ല. മാത്രമല്ല പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോകുക എന്നുള്ളത്, ആ ഒരു സമ്പൂർണ്ണ സമർപ്പണം നിങ്ങൾ ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് അവസരങ്ങള്, അനുഗ്രഹങ്ങള്, മാറ്റങ്ങള് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാണ്. ഇതാണ് ആ പുതിയ അധ്യായം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഈ ഒരു 999 പോർട്ടൽ വഴി നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കുന്ന ഒരു അധ്യായം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2-ന്റെ ജീവിതത്തിലെ രണ്ടാമതായിട്ട് ഈ 999 പോർട്ടൽ വഴി അവസാനിക്കുന്ന ഒരു അധ്യായം എന്താണ്? Clarify the Chariot. Okay. Clarify the Nine of Pentacles. ഓക്കെ, ഇവിടെ അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പെർമനന്റ് ഇൻകം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ആ ഒരു ഹയർ എന്താ പറയണ്ടേ, യെസ്, ഒരു പ്രോഗ്രസ്, നിങ്ങൾക്ക് ആ ഒരു ഇപ്പോഴത്തുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു. നിങ്ങൾ വളരെ ക്ഷമയോടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷറി ഉണ്ട് ലൈഫിൽ. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നതാണെന്ന്.
ആ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ലക്ഷറി ലൈഫ്, ആ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ്, പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ട് അത് ലോങ് ടേമിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കുറച്ച് നാൾ വന്നു പോകാനല്ല, ലോങ് ടേമിലേക്ക് അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ബാലൻസ്, ഹാർമണി കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ആ ഒരു ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റി അത് കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ ഒരുപാട് നാളുകളായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് അതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, കാരണം നമുക്ക് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് അതിനായിട്ട് എഫേർട്ട് എടുക്കുന്നു, നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്കറിയാം മാറ്റങ്ങളുണ്ട്, അതായത് ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ഗ്രാജുവൽ ആയിട്ട് വളരെ പതുക്കെയുള്ള പുരോഗതി മാത്രമാണ് നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് അത് എത്തിയിട്ടില്ല. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ലെവലിലേക്ക് അത് എത്തിയിട്ടില്ല. ആ ഒരു സ്ലോ മൂവ്മെന്റ്, അവിടെ കാര്യങ്ങൾ കുറച്ച് പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ലോ മോഷൻ എനർജിക്കാണ് ഇവിടെ ഒരു അവസാനം ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ പെട്ടെന്ന് ഒരു മാറ്റം എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ഫൈനാൻഷ്യൽ എക്സ്പാൻഷൻ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ലോ മോഷൻ എനർജി, ആ ഒരു ഡിലേസിനൊക്കെ ഒരു അവസാനം വരുന്നു. അപ്പൊ ഈ ഒരു ഫൈനാൻഷ്യൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്ന ഡിലേ അവസാനിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന പുതിയ തുടക്കം എന്താണ്? വാവ്, പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുപോലെ ഒരു സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ, ഒരുപാട് സ്നേഹം നിറഞ്ഞ, അതേസമയം വളരെയധികം അബണ്ടൻസ്, അത് ഫൈനാൻഷ്യലി മാത്രമല്ല എല്ലാ രീതിയിലും സമൃദ്ധി അനുഭവിക്കുന്ന ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, തടസ്സങ്ങളൊന്നും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള ചാലഞ്ചസും ഇല്ലാത്ത, കാരണം നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്ത് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്, അതിനൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ നിന്നൊക്കെ കടന്നു വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഇപ്പൊ ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ആ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എളുപ്പത്തിലും വളരെ സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന ഒരു എനർജി, അങ്ങനത്തെ ഒരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. യെസ്, കണ്ടു, ആ ഒരു നിങ്ങളിപ്പോൾ ജോബിലൂടെയാണ് നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അണ്ടർലൈൻ എനർജി നോക്കൂ, ഏസ് ഓഫ് പെന്റക്കിൾസ്. ആ ജോബിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ആ ലക്ഷൂറിയസ് ലൈഫ് നിങ്ങളിലേക്ക് വരികയാണ്. അത് പക്ഷേ ഈ ഒരു അബണ്ടൻസ്, ഈ ഒരു സമൃദ്ധി നിങ്ങൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല അനുഭവിക്കുക. ഓക്കെ, ഒരുപാട് ലൈഫിൽ മൊത്തത്തിൽ തന്നെ വളരെ നല്ലൊരു മാറ്റത്തിലേക്ക്, വളരെ നല്ലൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ സെക്കൻഡ് സെക്ഷന്റെ കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ അവസാനിക്കുന്ന ഘട്ടം എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അതായത് ഒരു ഫേസ് ആണ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. ആ ഫേസ് എൻഡ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ന്യൂ റിയാലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഓക്കെ, അത് മനസ്സിലെപ്പോഴും വെക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതായിട്ട് അവസാനിക്കുന്ന അധ്യായം, ഈ ഒരു 999 പോർട്ടൽ വഴി ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിൽ മൂന്നാമതായിട്ട് അവസാനിക്കുന്ന അധ്യായം ഏതാണ്? ഓക്കെ, clarify the Three of Wands. Eight of Cups. Clarify the Eight of Cups. Page of Wands. Clarify the Page of Wands. Thank you. Clarify the Ace of Wheels. Okay, 5 of Swords ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള അണ്ടർലൈൻ എനർജി. ഇവിടെ അവസാനിച്ചു പോകുന്നത് എന്ന് പറയുന്നത്, ഒട്ടും നിങ്ങളുടെ ലൈഫിൽ ജനറലി ഒരു പൊതു എനർജിയാണ് കിട്ടുന്നത്. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ എന്താ പറയാ, ഡൺ പ്ലേയിങ് സ്മോൾ എന്നൊരു എനർജി എനിക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ താഴ്ന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒട്ടും സംതൃപ്തി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ. ആ ഒരു സംതൃപ്തി ഇല്ലായ്മ മാത്രമല്ല, ഒരുപാട് എന്താ പറയുക ബേർഡൻസ് ഉണ്ട് നിങ്ങൾക്ക്, ഒരുപാട് ബാധ്യതകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങളെ ഒരുപാട് അത് തളർത്തുകയാണ്. നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ചാലഞ്ചസിൽ നിന്നും ഒരു ചാലഞ്ചിൽ നിന്ന് അടുത്ത ചാലഞ്ച്, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടത് ഒരു ഫ്രീഡം ആണ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വളരെ 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 താഴെയായിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് ഉണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റമുണ്ട്, അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെന്ന് കാണുന്നു. ഈ ഒരു
സംതൃപ്തി നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ സംതൃപ്തി നിറഞ്ഞൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു മാറ്റം അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ലോങ് ടേം, കുറച്ച് നാളത്തേക്കല്ല, അത് കാലാകാലങ്ങളിലേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഇപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന വിഷ്വലൈസ് ചെയ്യുന്നത്, പക്ഷെ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ എന്നാണെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ എനർജി നിങ്ങൾ പതുക്കെ പതുക്കെ ആ ഒരു പുതിയ യാഥാർത്ഥ്യവുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ പീരീഡിന്റെ അവസാനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്, ഈ 999 പോർട്ടൽ വഴി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് അവസാനിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ അധ്യായം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ അധ്യായം, ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് അവസാനിച്ച് കടന്നു വരുന്ന ആ പുതിയ അധ്യായം എന്താണ്? ക്ലാരിഫൈ ദ ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, clarify the ace of pentacles, chariot, clarify the chariot, temperance. Okay, ഇവിടെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, ഓക്കെ, വളരെ സ്റ്റേബിലിറ്റി ഉള്ള, സെക്യൂരിറ്റി ഉള്ള, ഒരു ഈ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആയിട്ടുള്ള, ഒരു തരത്തിലും എന്താ പറയുക ഈ പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ലൈഫ്. ഓക്കെ, വളരെ സമാധാനം നിറഞ്ഞ ഒരു ലൈഫ്, പുരോഗതിയുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് ഉള്ള ഒരു ലൈഫ്, ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഫൈനാൻഷ്യലിയും അല്ലാതെയും ഒരു സ്റ്റെബിലിറ്റി, ഒരു അബണ്ടൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന, അതിനു വേണ്ടി നിങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന, നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെറസ് ആയിട്ട് നിങ്ങൾക്ക് സമൃദ്ധി നിറഞ്ഞ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉള്ള എല്ലാ അവസരങ്ങളോട് കൂടിയ വളരെ സ്വസ്ഥമായ സമാധാനമായിട്ടുള്ള ഒരു അധ്യായമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ഇത് പ്രതീക്ഷിക്കുന്നതും വേഗത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാകുന്നതായിട്ടും മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ക്യാപ്ചർ ക്ലൂസ് ഇതൊക്കെയാണ്. സമ്മർ സീസൺ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. അടുത്ത വേനൽക്കാലമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വേനൽക്കാലം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വേനൽക്കാലം, അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണോ അവിടെ ഇനി വേനൽക്കാലം എപ്പോഴാണോ ആ ഒരു സമയം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. പിന്നെ സെപ്റ്റംബർ മാസം, ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിലാണ് ആയിരിക്കുന്നത്. പിന്നെ ഡിസംബർ മാസം, ഫെബ്രുവരി മാസം, ഈ പറഞ്ഞ മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ സെപ്റ്റംബർ തൊട്ട് അടുത്ത ഫെബ്രുവരി, 2026 ഫെബ്രുവരി വരെയുള്ള ഒരു ടൈം, അതിൽ പ്രത്യേകിച്ച് ഡിസംബർ മാസം, ഈ ഒരു 999 പോർട്ടൽ വഴി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന അവസാനങ്ങളും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ, അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക പ്രോഗ്രസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലൈഫിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, പ്രധാനപ്പെട്ടിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ് ഒക്കെ ഈ പറഞ്ഞ സമയങ്ങളിലാണ് ഉണ്ടാകുക. പ്രത്യേകിച്ച് ഡിസംബർ മാസം വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തീയതികളുണ്ട്. ഇതിൽ നിങ്ങളുടെ ജനന തീയതിയൊക്കെ ഉണ്ടാവാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പക്ഷേ ഈ തീയതികളൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. 3, 4, 10, 13, 14, 17, 18, 23, 24, 27, 30. ഓക്കെ, ഇനി ഏരീസ്, സെജിറ്റേറിയസ്, സോഡിയാക് പ്ലേസ്മെന്റ്സ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് FALIWXB. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോളുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഇനി
നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് റീഡിങ്ങിന് പുറമെ ലൈവ് സെഷൻസും ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് സെഷൻസ് താല്പര്യമുള്ള വ്യക്തികൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിങ്ങിലൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 999 പോർട്ടലിൽ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റീഡിങ്സ് തുടങ്ങിയപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയാഞ്ഞത്. അപ്പോൾ കുറേ പേരൊക്കെ 999 പോർട്ടലിൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തിനാണ് പ്രാധാന്യം എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അതാണ് കാര്യം. അപ്പോൾ അതൊന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. അതനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. ഈ 999 പോർട്ടൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഗുണത്തിനായിട്ട് നിങ്ങളുടെ ബെനിഫിറ്റിനായിട്ട് ഉപയോഗിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ റീഡിംഗ് നിർത്തുന്നു. താങ്ക് യു.